മാധ്യമസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് സ്വാതന്ത്ര്യം നമുക്ക് ജീവനാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തതുകൊണ്ടാകാം നമ്മിൽ പലർക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന ചിന്ത പോലുമില്ല. എന്നാൽ വല്ലാത്ത ഫാസിസ്റ്റ് ഭരണരീതികൾ നാടിനെ വരിഞ്ഞുമുറുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. രാഷ്ട്രീയമായ എതിർപ്പിന്റെ പേരിൽ ഫാദർ സ്റ്റാൻസ്വാമിയെ തുറങ്കലിലടക്കുകയും അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ട് 2 വർഷമായി. ഭരണകൂടത്തെ എതിർത്തതിന്റെ പേരിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പത്രപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ജാമ്യം പോലും കിട്ടാതെ ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നുണ്ട്. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമ്മുടെ നാട് സ്വതന്ത്രമാണെന്ന് പറയാൻ പറ്റുമോ? മറുനാടൻ ഷാജൻ കേരളത്തിലെ പോപ്പുലറായ സാമൂഹ്യ മാധ്യമ പ്രവർത്തകനാണ്. ചിലപ്പോഴെങ്കിലും സെൻസേഷനലിസത്തിന്റെ പിന്നാലെ പോകുന്ന അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന രീതിയോട് വിയോജിപ്പുള്ളവർ ധാരാളമുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗിലൂടെ അനേകർ ഏറെ വേദനിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയുടെ പേരിൽ അദ്ദേഹത്തിന്റെ പത്രസ്ഥാപനത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തെയും പൗരാവകാശങ്ങളെയും വിലമതിക്കുന്ന ആർക്കും അംഗീകരിക്കാനാവില്ല. ആരെയും നിശബ്ദരാക്കിക്കൊണ്ട് ആത്യന്തികമായി ഒന്നും നേടാനാവില്ല എന്നതാണ് വാസ്തവം.